ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ന്യൂ പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് ലോൺ വുൾഫിൽ. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് സാധാ ഒരിക്കലും ചെയ്യാത്തതാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രസ്സും കളറല്ലേ ആദ്യം ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മുടെ കൈ കിടന്ന് ഈ കട്ടാനെ നമുക്ക് അണിക്യൂപ്പ് ചെയ്യാം. നമ്മൾ അണിക്യൂപ്പും കാലം ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ പ്രൊഫൈലാണ് ഇനി മാറ്റാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, കുറച്ച് നെറ്റ് പിങ്ങടിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തായാലും അത് വീണ്ടും ആകുന്നില്ല ഗൈസ്, എന്താ പറ്റില്ല. ഓക്കെ, അവസാനം അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി ഇവിടെ നമ്മുടെ പ്രൊഫൈലിങ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. നമുക്കതൊരു പുതിയതായിട്ട് വന്ന ഒരു പ്രൊഫൈൽ നമുക്ക് വെക്കാം. എന്തായാലും ഇതൊന്നും കൊണ്ട് ഇതത്ര സുഖമൊന്നുമില്ല. നമുക്കെന്തായാലും ഒരു പുതിയതായിട്ട് വന്നൊരു പ്രൊഫൈല് ഇത് നമുക്കെന്തായാലും വെക്കാം. ഇത് കാണാൻ നല്ലതൊക്കെയാണ്. നമുക്കെന്തായാലും ഇനി നേരെ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമും കാലമൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് എടുക്കാൻ പോകുന്നത് UMP ആണ്. കുറച്ച് നല്ലപോലെ നൂബാകണം. ബട്ട് ഞാൻ നമ്മുടെ ഫിസ്റ്റിൻ്റെ സ്കിന്നും പിന്നെ ഗൺ സ്കിന്നൊന്നും അൺക്യൂപ്പ് ചെയ്ത് കഴിച്ചിനകത്തൊക്കെ മറന്ന്. നമുക്ക് എന്തെങ്കിലും പോട്ടെ, തൽക്കാലത്തേക്കോ അതും എനിമിക്ക് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും ഇപ്പോൾ ഒരു ശരിക്കുള്ളൊരു നൂബായിട്ട് നമ്മൾ കളിക്കാൻ പോവാണ്. ഓപ്പണൻ്റ് വന്നിരിക്കുന്ന എനിമി ഏകദേശം നല്ലൊരു എനിമിയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ കുഴപ്പമില്ലാത്ത കളിയൊക്കെ ആയിരിക്കും. നമുക്കെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ അടിച്ചു നോക്കാം. ഫസ്റ്റ് റൗണ്ട് എന്തായാലും നമ്മൾ എനിമിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 4 റൗണ്ട് വിട്ട് കൊടുത്ത് നമ്മൾ അവസാനം നമ്മൾ കംബാക്ക് എടുക്കുന്നതായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു റൗണ്ട് വിട്ട് കൊടുത്തു, ഇനിയുണ്ട് ബാക്കി 3 റൗണ്ട് വിട്ട് കൊടുക്കാനായിട്ട്. നമുക്കെന്തായാലും അതേപോലെ തന്നെ നമുക്ക് ന്യൂബ് വോക്കിങ് ചെയ്തിട്ട് പതുക്കെ അപ്പോൾ എന്തായാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ച് വെറുതെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അതൊക്കെ നമ്മളെന്തായാലും സെക്കൻഡ് റൗണ്ട് നമ്മൾ പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് തേർഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട്. എനിക്ക് മാറിപ്പോയി. അതിൽ ഇതിനകത്ത് അവളാണ് എടുക്കേണ്ടത്. അവൾ എന്തെടുക്കുമെന്ന് എനിക്കറിയില്ല. ഓപ്പണൻ്റ് ഉള്ളവൾ എന്തായിരിക്കും എടുക്കുന്നത്? ഗൈസ്, അവളുടെ അടുത്തത് M80 ആണ്. നമുക്ക് എന്തെങ്കിലും M80 കുറച്ച് ഡാമേജൊക്കെ ഒന്ന് കൊടുത്തിട്ട് ചാകാം. അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നുന്നു നമ്മളൊരു ന്യൂ പ്രാങ്ക് ചെയ്യുവാന്ന്. ശരിക്കും ന്യൂബല്ല നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ അവൾ വന്നിരിക്കുന്നു. നമ്മളിങ്ങനെ കുറച്ച് ഡാമേജ് കൊടുത്ത് അവൾ നമ്മളെ തട്ടി കയറിവില്ല പോട്ടെ. നമ്മൾ ന്യൂ പ്രാങ്ക് ചെയ്യുവാൻ നമുക്ക് അവസാനത്തെ പിന്നെ കയറി പിടിക്കാം. നേരെ നമുക്ക് ഒരു ഒറ്റ റൗണ്ട് കൂടെ ഒന്ന് വിട്ടു കൊടുത്താൽ മതി. നമ്മുടെ അതേ നമുക്ക് പിന്നെ നമ്മൾ ശരിക്കുള്ള കളി തുടങ്ങും. ഇതും കൂടെ നമുക്കൊന്ന് ന്യൂ പ്രാങ്ക് ന്യൂ ബുക്കും കാര്യമൊക്കെ ചെയ്താൽ മതി. എന്തായാലും എനിമിനെ കാണുന്നില്ല. അതേ ആ സൈഡിലായിട്ട് കണ്ടിട്ടുണ്ട്. എവിടെയാണ് കാണുന്നില്ല. അവിടെ പോയി എനിമിനെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് അടിച്ച് ഒന്ന് മനസ്സിലാക്കാം. അത് പൊക്കത്തുണ്ടായിരുന്നു. അതിൽ ചാടി നമ്മൾ തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 0-4. നമ്മൾ ഇനിയാണ് കളി കംബാക്ക് എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ എടുക്കാൻ പോകുന്നത് ആദ്യം ഡെസേർട്ടുകളിൽ മാത്രമായിട്ടൊരു കളി. നമ്മളൊരു ഡെസേർട്ടുകളിൽ എനിക്ക് 2 റൗണ്ട് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. 2 റൗണ്ട് ഡെസേർട്ടുകളായിരിക്കും എന്തായാലും. നമുക്കെന്തായാലും കുറച്ച് ഇമോട്ടൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ ചെറിയ മൂവ്മെൻറ്റ് കാണിച്ച് നമുക്ക് എന്തായാലും കളി തുടങ്ങാം. എന്തായാലും മുമ്പ് ഗ്ലൂകളും കളിയൊക്കെ വെച്ചിട്ടാണ് കയറിപ്പോകുന്നത്. അവൾക്കിട്ട് അടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇങ്ങോട്ട് മിസ്സായിപ്പോയി. അയച്ചത് രണ്ടാമത്തെ മിസ്സായിപ്പോയി. 3 പോയി. അവൾ നമുക്ക് ഡാമേജ് വന്ന് അത് മാറിപ്പോയി എറിഞ്ഞത് മാറിപ്പോയി. എനിക്ക് ഫുള്ള് തെറ്റിപ്പോയി. എന്തായാലും അവൾ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ കുറച്ച് ഡാമേജും കളി നമുക്ക് എന്തായാലും ഫസ്റ്റ് മെഡിക്കറ്റൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. അവളെന്ത് ചെയ്യുന്നാലും കാണുന്നില്ലല്ലോ. അവളെ കാണുന്നില്ല. അവൾ ഈ സൈഡിലായിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും കുറച്ച് ഡാമേജ് നല്ല കൊടുക്കാം. അവൾ എനിക്ക് തിരിച്ച് ഡാമേജാണ് തരുന്നത്. ഓക്കെ, എന്നാലും വീണ്ടും അവൾ ഡാമേജ് നമുക്ക് എന്തായാലും അവൾ വണ്ട പിടിക്കാൻ നോക്കാം. നമ്മൾ ക്ലൂകളും കാലൊക്കെ വെച്ച് തന്നെ രക്ഷപ്പെടാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ടപ്പോൾ കാര്യമൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് സൈഡിൽ എന്തായാലും. എന്നാലും ഇവൾ ഇനി കളിയിലും അവസാനത്തെ സമയത്തുള്ള 5-1 എന്നെ തോൽപ്പിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് നമുക്കുണ്ട്. രണ്ടാമത്തെ റൗണ്ട് അല്ല, ഒന്നാമത്തെ റൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനകത്തും പോയിട്ട് ഒന്ന് വണ്ട പിടിച്ചിട്ട് നോക്കാം. എന്തായാലും അവൾ വീണ്ടും അതേ പൊക്കത്തോടെ തന്നെ പോകുന്നു. നമ്മൾ ഒന്നുകൂടെ അതെടുത്തിട്ടുണ്ട്. ബട്ട് അത് വീണ്ടും മിസ്സായി. അതൊന്നും കുഴപ്പമില്ല. അവൾ നമുക്കൊന്നുകൂടെ അറിയാം.
അവളെ കാണുന്നില്ല. അവളെ ഏത് സൈഡിലൂടെ വരുന്നതെന്ന് അറിയില്ല. അവിടുത്തെ അതൊരു പോകുന്നൊരു വീണ്ടും കയറി. അവളെ ഫസ്റ്റ് മിസ്സായിപ്പോയി. നമ്മൾ ആദ്യം അടിച്ചതൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ കൊടുത്തതും കിട്ടിയില്ല. അവൾക്കിട്ട് വീണ്ടും രക്ഷപ്പെട്ട്. അല്ല അവൾ അതുവരെ പോകുന്നുണ്ട്. അവിടെ രണ്ടാമത്തെ റൗണ്ടും കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഇതിൻ്റെ അകത്ത് ഇനി അവളാണ് എടുക്കുന്നത്. അവൾ എന്തെടുക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എന്തെടുക്കുമെന്ന്. അവൾ എന്തായിരിക്കും എടുക്കുന്നത്? അപ്പോൾ ഗൈസ് അവൾ എടുത്തിരിക്കുന്നത് വുഡ് പെക്കറാണ്. ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിനാണ് ഇനി നമുക്ക് 2 റൗണ്ട് എടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം ഇതിന് എങ്ങനെ നമ്മുടെ കളി ഇരിക്കും. വണ്ട പഠിക്കുമോ അതോ ബോഡി ഷോട്ട് കൊണ്ട് നിറയ്ക്കുമെന്ന്. എന്തായാലും മുമ്പിൽ എനിമീനെ കാണുന്നില്ല. അവളെ കാണുന്നില്ല. അവൾ എവിടെയാന്ന്. എന്തായാലും ഓക്കെ അവൾ അവിടെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് അവളെ എറിയുകയും ചെയ്തു ഫ്രീസ്. നമ്മളെ അതിൻ്റെ അവിടെ ഇട്ട് ഇപ്പം നമ്മൾ മുമ്പിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം നിൽക്കാം. എന്തായാലും നമ്മൾ എന്തായാലും ഇത് ഇങ്ങോട്ട് എറിഞ്ഞേക്കാം ഗൈസ്. ബട്ട് അത് മിസ്സായി പോയി ഗൈസ്. അത് കൊണ്ടില്ല. എന്തായാലും അവൾ മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ എന്തായാലും തിരിച്ചിങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. അത് അവളുടെ മിസ്സായി പോയി. എന്തായാലും കുറച്ച് സൈഡിലേക്ക് എന്തായാലും അങ്ങ് മാറി നിൽക്കാം. എന്തായാലും ഇവിടെ നമുക്ക് ഇനി അവളെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും വണ്ട പഠിക്കാൻ പറ്റുമോയെന്ന്. ഇവിടെ എന്നാലും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും ട്രൈ. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും വണ്ടപ്പങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടിപൊളി വണ്ടപ്പായിരുന്നു. ഓക്കെ ഇനി നമ്മുടെ ഇപ്പം 3ാമത്തെ റൗണ്ടായി. ഇനി എൻ്റെ വീഡിയോ വെച്ച് ഇവൾ 5-3 തന്നെ പൊട്ടിക്കുന്ന അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ 4-4 ആവും. എന്നാലും ഈ ഒരു റൗണ്ട് കൂടെ വുഡ്പെക്കനെങ്കിലും വണ്ട പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇവിടെ മുമ്പിലില്ല. ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും അങ്ങോട്ടങ്ങ് വെറുതെ എറിഞ്ഞ് നോക്കാൻ എനിക്ക് അറിയത്തില്ല. ഇനി അവിടെ എനിമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവളെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഈ സൈഡിലേക്ക് എന്തായാലും മാറിയേക്കാം. എന്തായാലും ഓക്കെ അവിടെ തന്നെ ഉണ്ട് കുറച്ച്. ഓക്കെ ആദ്യത്തെ കൊണ്ടില്ല. രണ്ടാമത്തെ മിസ്സായി. വീണ്ടും അവളവിടെ ഉണ്ട്. 3ാമത്തെ മിസ്സായിപ്പോയി. ഒന്നും കണക്റ്റ് ആകുന്നില്ല അങ്ങോട്ട്. ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് എന്നിട്ട് ഈ സൈഡിലായിട്ട് നിൽക്കാം. പിന്നെ ഇവിടുന്ന് കാണുന്നില്ല അവളെ. അവളെന്തായാലും ചാടിയിട്ടുണ്ട്. കണക്റ്റ് ആയില്ല. ഓക്കെ ഇനി അടുത്തത്. ഓക്കെ എന്തായാലും ബോഡി ഷോട്ടായിട്ട് കണക്റ്റ് ആയിട്ട് നല്ല ഡാമേജ്. ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് തുടങ്ങി ഗൈസ്. ഞാൻ നമ്മളെടുക്കുന്ന ഡെസേർട്ട് UMP MP40 ആണ്. എന്തായാലും ഇപ്പോൾ 4-4. ഞാൻ ജയിക്കുമോ അതോ എനിമി ജയിക്കുമോ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഈ ഗൺ സ്കിന്നൊന്നും ഞാൻ മാറ്റാൻ മറന്നുപോയി. എല്ലാം മറന്നുപോയി. ആണെങ്കിൽ ഇതൊന്നും മാറ്റിയത് പോയില്ല. എന്തായാലും നമ്മുടെ ഈ സൈഡിലായിട്ട് എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൊക്കത്തും ചാടി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഡെസേർട്ടിൽ നിന്ന് വണ്ട പോകാം. അത് കിട്ടിയില്ല. നമുക്ക് നല്ല ഡാമേജ് കിട്ടി. എന്തായാലും ഫസ്റ്റ് മെഡിക്കേറ്റ് അടിക്കുക. എന്തായാലും ഒന്ന് കറങ്ങി വന്ന് നമുക്ക് മെഡിക്കേറ്റ് പോലും അടിക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല HP കുറവുണ്ട്. എന്തായാലും ഫസ്റ്റ് മെഡിക്കേറ്റ് അടിക്കാം. എന്തായാലും ഒരു മെഡിക്കേറ്റ് എന്തെങ്കിലും അടിക്കാൻ പറ്റി. ഇവിടെ റഷ് ചെയ്ത് ഓക്കെ നമ്മൾ ഗ്ലൂ വാൾ വെച്ചൊന്ന് തൽക്കാലം രക്ഷപ്പെട്ടാൽ നമുക്ക് ഇപ്പോഴും നല്ല ഡാമേജ് കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.